നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇമ്മാനുവൽ മിഷൻ ചാനലിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ചില യവനന്മാർ ഉണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ പീലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. യവനന്മാർ കർത്താവിനെ അന്വേഷിച്ച് വന്ന് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. ദൈവവചനത്തിൽ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച അനേകരെ കാണാൻ കഴിയും. ഇന്ന് നിങ്ങളോട് കർത്താവിന് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ആ കർത്താവിനെ കാണാൻ ആഗ്രഹമുണ്ടോ? സക്കായി എന്ന് പറയുന്ന ഒരു ടാക്സ് കളക്ടർ, അദ്ദേഹം ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ടായതായിട്ട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ ആഗ്രഹിച്ചു. യേശുവിനെ അനേകർ അന്ന് കണ്ടിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ യേശുവിൻ്റെ വ്യക്തിത്വമാണ് നാം കാണേണ്ടത്. എബ്രായ ലേഖകൻ പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുവിൻ. അതേ ലേഖനത്തിൽ തന്നെ പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഒരു പടത്തിൽ അല്ല യേശുവിനെ നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ പഴയ നിയമം മുതൽ പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം വരെ യേശുവിൻ്റെ വ്യക്തിത്വം നമുക്ക് കാണാൻ കഴിയും. സ്ത്രീയുടെ സന്തതിയായി പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 3:15 മുതൽ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 150ഓളം നാമങ്ങൾ യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഓരോ നാമത്തിനും യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിനെ കാണാൻ നമുക്കതിലൂടെ കാണും. അതുപോലെ സുവിശേഷങ്ങളിൽ യേശു ചെയ്ത അനേക സംഭവങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ എല്ലാം യേശുവിൻ്റെ ഈ വ്യക്തിത്വം കാണാൻ കഴിയും. യേശു പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി. യേശുവിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം, മനസ്സലിവ്, ദയ, അങ്ങനെ എല്ലാ വിധത്തിലും കൊളോസ്യർ 2:9 പറയുന്ന പോലെ ദൈവം യേശുവിലൂടെയാണ് ആ ദൈവപ്രതിമയായി അല്ലെങ്കിൽ ദേഹരൂപനായി വന്നിരിക്കുന്നത്. നമുക്കിന്ന് ചില കാര്യങ്ങൾ അതിലൂടെ ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെ കണ്ട് അനേകരെ ദൈവവചനത്തിലൂടെ കാണാൻ കഴിയും. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ യേശുവിനെ തന്നെയാണ് കാണുന്നതെന്ന് ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാവിന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത്. യെശയ്യാവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ യഹോവയായ ദൈവമായിരിക്കുന്ന യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ കുറവുകളെ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ നാം കർത്താവിനെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുറവുകളാണ് കാണാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ യോഹന്നാൻ യേശുവിനെ കാണുന്നുണ്ട്. ഈ ഭൂമിയിൽ യേശു ശാരീരികമായിരിക്കുന്ന രീതിയിൽ ഐഹിക കാലത്ത് ജീവിച്ചിരുന്നപ്പോൾ മാറത്ത് ചാരിയിരുന്ന യേശുവിനെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ശിഷ്യനായിരുന്നെങ്കിലും യേശുവിൻ്റെ ആ വെളിപ്പാടുള്ള ആ രൂപം താൻ കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലെയായെന്നാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് കാണാൻ ആഗ്രഹിക്കുന്ന അനേകരെ കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകത്തിൽ മോശെ ചോദിക്കുന്നു, നിന്റെ തേജസ് ഒന്ന് എനിക്ക് കാണിച്ചു തരണം. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, നിന്റെ മനോഹരത്വം ഒന്ന് കാണണം. ഇന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത് ഈ യേശുവിനെ കാണാനാണ്. എത്ര മണിക്കൂറുകളും എത്ര ദിവസങ്ങളോ എത്ര വർഷങ്ങളോ എടുത്ത് സംസാരിച്ചാലും തീരാത്ത മഹത്വമുള്ളവനാണ് ഈ യേശു. ശൂലേങ്കാരത്തി പറയുന്നത്, യൗവനക്കാരുടെ ഇടയിൽ ഒരു നാരകമെന്ന പോലെ എന്ന് പറഞ്ഞാൽ 10,000-ങ്ങളിൽ, ലക്ഷങ്ങളിൽ, കോടികളിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതാണ് യേശു.
യേശുവിനെ കണ്ട അനേകർ, അല്ലെങ്കിൽ സുവിശേഷത്തിൽ കണ്ട അനേകർ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ അനുഭവിച്ചവരായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ ലോകപ്രസിദ്ധനായിരുന്ന പോൾ യോങ് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ ക്ഷയരോഗിയായി മരിക്കാറായി കിടന്ന സമയത്താണ് ബൈബിൾ വായിച്ചത്. ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ആ കൊടുത്ത പെൺകുട്ടി പറഞ്ഞു, നീ അതൊന്ന് വായിക്ക്. അങ്ങനെ അദ്ദേഹം വായിച്ചപ്പോൾ അനേകരെ സൗഖ്യമാക്കുന്ന യേശുവിനെ താൻ കാണുകയും 30 ദിവസം മാത്രം ജീവിച്ചിരിക്കുകയുള്ളെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ സ്ഥാനത്ത് വർഷങ്ങളോളം താൻ ജീവിച്ചിരിക്കുകയും 10 ലക്ഷത്തിലധികം പേർ കൂടുന്ന ഒരു സഭാ സ്ഥാപകനായി മാറുവാനായിട്ട് കർത്താവ് തന്നെ ഉപയോഗിച്ചു. സുവിശേഷങ്ങളിലൂടെ യേശുവിനെ കണ്ടെത്തിയപ്പോഴാണ് താൻ സൗഖ്യദായകനായി കണ്ടത്. ഇതുപോലെ നമുക്ക് ഓരോ സംഭവങ്ങളിലൂടെയും യേശുവിനെ കാണാൻ കഴിയും. എന്നാൽ ഞാനിന്ന് പ്രസംഗിക്കപ്പെടുന്ന വിഷയം യേശുവിനെ സൗഖ്യദായകനായി മറ്റു പലതായി നമുക്ക് യേശുവിൻ്റെ സ്വഭാവത്തെ ബൈബിളിലൂടെ കാണാൻ കഴിയുമെങ്കിലും നമുക്ക് അത്ര താല്പര്യം വരാത്ത രീതിയിൽ യേശുവിൻ്റെ ചില വ്യക്തിത്വങ്ങളുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമാകും. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന്, ഊവ് കർത്താവേ എന്ന് അവൻ പറഞ്ഞു. അവരുടെ കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. ഈ സംഭവം വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുമോ? നമ്മളതിനെ ഒന്നൊരു ചിത്രമായി, ഒരു സംഭവമായി നാം ഇന്ന് കണ്ടാൽ, 2 കുരുടന്മാർ വഴിയിലിരുന്ന് ദാവീദ് പുത്ര കരുണ തോന്നണമെന്ന് പറയുന്നു. പക്ഷെ യേശു മൈൻഡ് ചെയ്യുന്നില്ല. അവർ വീട് വരെ പിന്തുടർന്നു എന്ന് പറയുന്നത്. 2 കുരുടന്മാർ യേശുവിന്റെ പിന്നാലെ നടക്കുകയാണ്. എത്ര കിലോമീറ്റർ ഒന്നും അവിടെ എഴുതിയിട്ടില്ല. ബർത്തുലോമായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം നിലവിളിച്ചു. അവസാനം അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അധികം ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവിടെ വെച്ചാൽ കർത്താവ് അവനെ സൗഖ്യം കൊടുക്കുന്നുണ്ട്. അതുപോലൊരു സൗഖ്യം ഇവർക്ക് കൊടുക്കുന്നില്ല. കുരുടന്മാരായ 2 പേർ നടക്കുകയാണ്. ഇന്നത്തെ നല്ല റോഡുകളല്ല എന്നുള്ളത്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ണ് അടച്ചിട്ടൊന്ന് നടന്നാൽ ഒരു അന്ധൻ എങ്ങനെ നടക്കുന്നുള്ളത് കാണാൻ കഴിയും. ഇത്രത്തോളം കർത്താവിന് ആ 2 കുരുടന്മാരെ നടത്താൻ കൊള്ളാമോ? ഇപ്പൊ ഞാനൊരു ദൈവദാസനാണ്. കർത്താവ് എനിക്ക് കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ജംഗ്ഷനിൽ നിന്ന് ഇതുപോലെ 2 പേര് എന്നോട് പറയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വീട് വരെ നടന്നാൽ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. എന്തൊരു ക്രൂരനായ മനുഷ്യനെന്നോ മറ്റു പലതും പറയാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ യേശുവിനെ ഇഷ്ടമാണോ? അതേ പ്രിയമുള്ളവരെ, ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഒന്നും മറുപടി ഉണ്ടാകില്ല. ഇതിലൂടെ യേശുവിന് നിങ്ങളോടും എന്നോടും പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ചില വിഷയങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. ചിലതിന് പെട്ടെന്ന്, ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കാം, ചില നാളുകളായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ യേശുവിനെ പിന്തുടർന്നാൽ നിങ്ങളുടെ ആ സഹിഷ്ണുതയെ കാണുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വിടുതൽ തരും. നിങ്ങൾ വിശ്വസിക്കുന്ന തന്നെ ഭവിക്കും. ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, യേശു സൗഖ്യമാക്കുന്നവനാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ സഹിഷ്ണുതയും പരിശോധിക്കുന്ന ഒരു യേശു കൂടിയാണ്. പെട്ടെന്ന് മറുപടി കിട്ടണമെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആഗ്രഹം. എവിടെ കിട്ടുമെന്ന് ഓടി നടക്കുകയാണ്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മളെ കർത്താവ് ചില കാര്യങ്ങൾ പഠിപ്പിച്ച് നമ്മളെ കുറെ കൂടി പൂർണ്ണരാകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു വേദഭാഗം കൂടി വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം തന്നെ 15-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കിതുപോലെ വളരെ കർത്താവിൻ്റെ വ്യക്തിത്വത്തെ വ്യത്യസ്തമായി കാണിക്കുന്ന ഒരു കാര്യം കാണാൻ കഴിയും. അതിൻ്റെ 21 മുതൽ ഉള്ള വാക്യങ്ങളാണ്. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളോട് വാങ്ങിപ്പോയി. ആ ദേശത്ത് ഒരു കാനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല.
അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞേക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിന്റെ കാണാതെ പോയ ആടുകളെ അടുക്കലല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇവിടെയും യേശുവിനെ നമുക്ക് ഒരു വ്യത്യസ്തമായ വ്യക്തിത്വമാണ് കാണാൻ കഴിയും. നമ്മൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുക. ഈ വചനത്തിൽ യേശു ഉപയോഗിക്കുന്ന കഠിനമായ പദങ്ങളാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എൻ്റെ അടുക്കൽ ഒരാൾ സൗഖ്യത്തിന് വരുമ്പോൾ ഞാൻ പറയാണ്, ഞാൻ മിണ്ടുന്നില്ലെന്ന് വിചാരിച്ചാൽ തന്നെ എന്തൊരു വിഷമമായിരിക്കും. ഇനി കൂടെ നിന്നവർ പറയുകയാണ്, ആ സ്ത്രീ ഇങ്ങനെ കരയല്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പറയാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കുന്നത് ഉചിതമല്ല. അങ്ങനെയെങ്കിൽ ആ വാക്ക് എത്ര കഠിനമായിരിക്കും. പക്ഷേ നാം തിരുവചനം വായിക്കുമ്പോൾ നായ്ക്കൾ എന്ന് പറയുന്നത് സത്യത്തിൽ പാപികളായ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാക്കാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് നാം വായിക്കുമ്പോൾ എൻ്റെ 2-ാം അധ്യായത്തിൽ ഒരു വേദഭാഗമുണ്ട്. ഇത് കുറച്ചുകൂടി ആഴമായി തെളിയിക്കാൻ. നിന്റെ പ്രവാചകന്മാർ നിനക്ക് മോഷത്വം വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിന്റെ പ്രവാസം മാറുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസകാരണമായ പ്രവാചകൻ ദർശിച്ചിരിക്കുന്നു. പ്രവാചകന്മാർ വന്നിട്ട് പറയുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ല, ദൈവം നിന്നെ മാനിക്കും, അനുഗ്രഹിക്കും. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഈ തടസ്സങ്ങൾ വരാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന പ്രശ്നങ്ങൾ വരാൻ കാരണമായ പാപത്തെ വെളിപ്പെടുത്തുന്നില്ല. യേശുവിന് വേണമെങ്കിൽ ഇവളെ സൗഖ്യമാക്കാമായിരുന്നു. ഇന്ന് പലയിടത്തും നമ്മൾ നോക്കിയാൽ അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. നൊവേനകൾ, പ്രാർത്ഥനകൾ, ഇങ്ങനെയുള്ള പലതുമുണ്ട്. അവിടെയൊന്നും പാപത്തെ ബോധ്യപ്പെടുത്തുന്നില്ല. 7 ആഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടാവും, അല്ലെങ്കിൽ ഉടമ്പടി എടുത്താൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടാകും. അവിടെ ചെല്ലുകയാണ് ജനം. അവിടേക്ക് ആയിരങ്ങളും 10,000ങ്ങളുമാണ് തടിച്ചു കൂടുന്നത്. അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, മാനസാന്തരം ആവശ്യമില്ല. പക്ഷെ ഈ സ്ത്രീയോട് കർത്താവ് പറയുന്നത്, നീ ഒരു നായായി പാപിയായിരിക്കാനല്ല, നീ മാനസാന്തരപ്പെട്ടു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഭൂമിയിൽ ഒരു സൗഖ്യം കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. അവളുടെ ജീവിതത്തിൽ ഒരു പാപമോചനം പ്രാപിച്ച് അവൾ നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീരണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, യേശുവിനെ നിങ്ങൾ കാണുന്നുവെങ്കിൽ, ഒരിക്കൽ യേശുവിന്റെ മുമ്പിലേക്ക് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ കർത്താവ് അവർ വിചാരിച്ചതുപോലെ ആ തളർവാദ രോഗിയെ സൗഖ്യമാക്കി അവനെ എഴുന്നേൽപ്പിച്ചു വിടുകയല്ല. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്ന വാക്കാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? യേശു ആഗ്രഹിക്കുന്നത് അവളുടെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ പാപമോചനമാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഓടാം, അവിടെ എല്ലാ സൗഖ്യങ്ങളും വിടുതലും ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷെ യേശുവിനെ നിങ്ങൾ മനസ്സിലാക്കണം. യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പാപത്തിൽ നിന്ന് വിടുവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ക്രൂശിൽ നമുക്ക് വേണ്ടി 6 മണിക്കൂറോളം തകർക്കപ്പെടാനിട്ടിടയെത്തുന്നത് നാം ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ ശിക്ഷയ്ക്കായിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. ആ യേശുവിനെ കർത്താവായി, രക്ഷിതാവായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിനു മുമ്പായി നിങ്ങൾ ചെയ്യേണ്ടത് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഇത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുടെ സന്തോഷമുണ്ടാകും. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവിന്, എന്നാൽ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് ഓടിച്ചെന്നാൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പോകാൻ പോകുന്നത് പിശാചനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയ നരകത്തിലായിരിക്കും. ആകയാൽ ഞാനൊരു വാക്കുകൂടി പറഞ്ഞ് ഈ വചനഭാഗത്ത് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ലാസർ വളരെ ഗൗരവമായി മരിക്കാറായി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവിടേക്ക് പോകാതെ 2 ദിവസവും കൂടി ഇരുന്നു എന്നാണ് കാണുന്നത്. ആ കുടുംബത്തെ ഏറ്റവും സ്നേഹിച്ചിരുന്നു. പക്ഷെ ഉടനെ ഓടിച്ചെന്ന് സൗഖ്യമാക്കാൻ കർത്താവ് പോയില്ല. ഇതിലൂടെ യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? യേശു ആഗ്രഹിക്കുന്നത് ചില വിഷയങ്ങളിൽ അല്പം വന്നാലും അവിടെ
ഇതുവരെ ആരുടെയും ജീവിതത്തിൽ, കുടുംബത്തിൽ നടക്കാത്ത ഒരു വലിയ കാര്യം ചെയ്യേണ്ടതിന് വേണ്ടിയാണ്. ഞാൻ വായിച്ച വേദഭാഗത്തേക്ക് വന്ന് ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രീക്കുകാർ വന്നിട്ട് ആവശ്യപ്പെടുകയാണ്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട്. ഇന്ന് ആ യേശുവിനെ ചില സംഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിച്ചു. അതെ, ചിലപ്പോൾ നിങ്ങളുടെ സഹിഷ്ണുതയും ക്ഷമയുമെല്ലാം കർത്താവ് നോക്കും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ടെങ്കിൽ കർത്താവ് ഇടപെടാതെ മിണ്ടാതിരിക്കും. അത് ഏറ്റുപറയുമ്പോൾ കർത്താവ്, അത് നിങ്ങൾ സമ്മതിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. ലാസറിന്റെ ഭവനത്തിലേക്ക് കർത്താവ് ചെന്ന് വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ ജീവിതത്തിൽ ഇതുവരെ ലോകത്തെങ്ങും നടന്നിട്ടില്ലാത്ത ചീഞ്ഞഴിഞ്ഞതായ ആ ലാസറിനെ ഉയർപ്പിച്ച് മഹത്വം വരുത്തിയതുപോലെ ആ യേശു നിങ്ങളുടെ ജീവിതത്തിലും വൻകാര്യങ്ങൾ ചെയ്യുവാൻ വളരെ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. നിങ്ങൾ ആ കർത്താവിനെ ഈ വചനത്തിലൂടെ കണ്ട് അവൻ്റെ അടുക്കലേക്ക് വന്നാൽ നിശ്ചയമായിട്ടും കർത്താവ് അനുഗ്രഹിക്കും. അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നും ഇത്രത്തോളം സംസാരിപ്പാൻ ബലപ്പെടുത്തിയ പിതാവിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മഹത്വം കരേറ്റി, യേശുവിന് ഉയർത്തുന്ന പരിശുദ്ധാത്മാവിന് മഹത്വം കരേറ്റി ഞാൻ എൻ്റെ വചന ശുശ്രൂഷ നിർത്തുന്നു. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.